ഹലോ, ഇന്നൊരു വട്ട ഈറ്റിനിടെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ രാവിലെ തന്നെ ഈ ഒരു കപ്പ് വെള്ളം കുടിക്കാൻ ഫുള്ളും കുടിക്കുമ്പോഴേക്കും തന്നെ ഛർദ്ദിക്കാൻ വരും. അത് കഴിഞ്ഞിട്ട് ഒരു 4 ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത അണ്ടിപ്പരിപ്പ് കഴിഞ്ഞു, അതുകൊണ്ട് മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ട് സാമ്പാറായിരുന്നു കേട്ടോ. സാമ്പാർ ഞാൻ ഓൾറെഡി ഇന്നലെ വൈകിട്ടേ വെച്ചു. പിന്നെ അതൊരു നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ആഗോനും സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ വെച്ച്. 8:30 കഴിഞ്ഞ് ആഗോന് സ്കൂളിലേക്ക് വിട്ടിട്ടാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതിനുശേഷം ഒരു 10 മണിയായപ്പോൾ ഞാൻ ഇതേ 4 ഈന്തപ്പഴവും ഒരു റോബസ്റ്റും കഴിച്ചു. പിന്നെ ഒരു 12:30 ആയപ്പോൾ ഞാൻ ലഞ്ച് കഴിച്ചു കേട്ടോ. കുറച്ച് സാമ്പാറും മീൻ കറിയും ഫിഷ് ഫ്രൈയും പിന്നെ പപ്പായ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. പപ്പായ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും, പക്ഷേ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 3 മന്ത്സിന് ശേഷം പപ്പായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ഉപ്പേരി വെച്ചിട്ട് ഒക്കെ കഴിച്ചിട്ടുണ്ട്. ലഞ്ചൊക്കെ കഴിച്ച് സുഖമായിട്ടൊന്ന് ഉറങ്ങി. 4 മണിക്ക് എഴുന്നേരപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ ഇത് രാവിലത്തെ ഒരു 2 നൂൽപുട്ടും കറികളൊക്കെ ഇരിക്കുന്നത് കണ്ടു. എന്നാൽ പിന്നെ കഴിച്ചേക്കാന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ കുറച്ച് ചിപ്സും കഴിച്ചു. ഞാൻ സ്കൂൾ വന്നപ്പോൾ അവന് പോപ്കോൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആക്റ്റീവ് പോപ്കോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. രാത്രി ദോശ ഉണ്ടാക്കിയത് കേട്ടോ. ഇത് ഇപ്പം അരച്ചെടുത്ത മാവാണ്, അല്ലാതെ പൊളിച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ്, ഒരു വേറൊരു ടേസ്റ്റാണ്. ഒരു പച്ച അരിൻ്റെ ഒക്കെ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു 3 ദോശ ഉണ്ടാക്കി. ദോശയ്ക്ക് സെയിം ഉച്ചത്തെ കറികളും മീൻ കറിയും ഫിഷ് ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.